ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു പൂരിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ ആരും ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല പഫി ആയിട്ടിരിക്കണം, നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പൂരി നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ബ്രെഡ് സ്ലൈസസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. 4 ബ്രെഡ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ബ്രെഡ് കൊടുന്ന് വെച്ചിട്ട് ചിലപ്പോൾ നാളെ ഡേറ്റ് കഴിയാനുള്ള ആ ഒരു ചാൻസ്, ആ ഒരു ലെവലിലൊക്കെ എത്തുന്ന ടൈമിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. രാത്രി ടൈമുകളിലോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, നമുക്കിങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റ് ആവത്തുമില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എന്തായാലും ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഞാനിന്ന് ഈ പൂരി ചെയ്യുന്നത്. ഈ ബ്രെഡ് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒന്നില്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി ഞാനിവിടെ ഏകദേശം ഒരു 1.25 കപ്പിന് മുകളിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ എന്തായാലും പൂരി ഉണ്ടാക്കുമ്പോൾ, ഇനി നിങ്ങൾ വെറും ആട്ട വെച്ചിട്ടാണ് പൂരി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലും ഒരിക്കലും ചൂടുവെള്ളം കൊണ്ടൊന്നും കുഴക്കാൻ നിൽക്കരുത് കേട്ടോ. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഈ പൊടികൾ തമ്മിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടുവെള്ളത്തിൽ കുഴക്കരുത്. നല്ല പച്ച വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കുക. പിന്നെ ഒരുപാട് ലൂസാക്കിയിട്ട് കുഴക്കരുത്. അത്യാവശ്യം നല്ല കട്ടിയിൽ കുഴച്ചെടുക്കുക. അപ്പോഴേ ഉള്ളൂ നമ്മുടെ പൂരിയിൽ എണ്ണ കുടിക്കാതെ നമുക്ക് നല്ല പഫി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ കുഴച്ചെടുത്ത ശേഷം ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റുകയാണ്. കുഞ്ഞു ബോൾസ് ആക്കിയിട്ട്, കുഞ്ഞു പൂരിയാണ് എനിക്കിഷ്ടം. അപ്പോൾ നിങ്ങളുടെ ഒരു സൈസിനനുസരിച്ചിട്ട് നിങ്ങൾ ബോൾസ് ആക്കി എടുത്താൽ മതി. ഞാനിവിടെ പത്തിരിയുടെ പ്രസ്സും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എല്ലായിടത്തും, പ്രസ്സിൻ്റെ എല്ലായിടത്തും ഉള്ളിലായിട്ട് മുഴുവനായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ ഉരുളകളും പരത്തിയെടുക്കുമ്പോഴും ഇതുപോലെ തേച്ച് കൊടുക്കുകയൊന്നും വേണ്ട. ഒരു 3-4 ഒക്കെ കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എല്ലായിടത്തും തടവി കൊടുക്കുക. പിന്നെയൊക്കെ നമ്മൾ ഇതുപോലെ ഓരോ ബോൾസ് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. എണ്ണ മാവിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. മുഴുവനായിട്ടും ആ ഒരു ബോളിൽ എണ്ണ ആക്കണ്ട കേട്ടോ. ജസ്റ്റ് ഏതെങ്കിലും ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് അങ്ങോട്ട് അമർത്തി കൊടുത്താൽ നമുക്ക് നമ്മുടെ പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഓരോന്നും നമുക്ക് ചെയ്യാം. ഓരോ ബോൾസ് എടുക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് എണ്ണയിൽ മുക്കുക. എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ പരത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് അങ്ങ് കനല്ലാണ്ട് പരത്തരുത്. അത്യാവശ്യം ഒരു കട്ടിയിലൊക്കെ പരത്തിയെടുക്കുക കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊള്ളയായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നല്ലോണം ചൂടായ എണ്ണയിലോട്ട് ഇതുപോലെ എണ്ണയിൽ മുങ്ങുന്ന രീതിയിൽ താഴ്ത്തി ഇട്ടെങ്കിൽ മാത്രമേ നല്ല പഫി ആയിട്ടുള്ള പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ പൊള്ളയായിട്ട് വന്നാലാണ് നമുക്ക് എണ്ണ കുടിക്കാത്ത നല്ല അടിപൊളി പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നല്ല ചൂടായ എണ്ണയിലോട്ട് നല്ലോണം താഴ്ത്തിയിടുക. പിന്നെ ഒരുപാട് കനല്ലാണ്ട് പരത്തരുത്. ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എണ്ണ ചൂടുണ്ടാവാനും അതുപോലെ തന്നെ ഇതിടുന്ന ഒരു മെത്തേഡും ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പഫി ആയിട്ടുള്ള പൂരി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ പിന്നെ ഒരു കാര്യം തന്നെ പ്രത്യേകം പറയാണ്, ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് എടുക്കരുത്. നമ്മളിങ്ങനെ പഫി ആയിട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് കുറച്ച് സമയം അങ്ങനെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കതങ്ങ് കോരി മാറ്റാം. അത്രയേ ഉള്ളൂ. ഒന്ന് ജസ്റ്റ് ഒരൊറ്റ തവണ മറിച്ചിട്ടാൽ മതി. എന്നിട്ട് പിന്നെ നമുക്കത് കോരി മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരിയാണ്. ബ്രെഡ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തുക. ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമേ ഉള്ളൂ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്